നമസ്കാരം. ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. മഹാഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. ഭാഗ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഭാഗ്യം കിട്ടും എന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. അത് ഈ പതാക സ്വയം പുകഴ്ത്തുന്നത് മര്യാദകേടാണ് സംഭവിച്ചു. പക്ഷേ ഞാൻ പറയാതെ എങ്ങനെയാണ് നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത്? ഓക്കെ, അതുകൊണ്ടാണ് ക്രാഷ് ലാൻഡ് ചെയ്യുന്നത്. ഒരു പരീക്ഷണത്തിന് വേണ്ടി ഒരു 2 മാസത്തേക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നെങ്കിൽ തുടരുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇതാണ്: നമ്മൾ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി പണം ചിലവാക്കരുത്. ഓക്കെ, ചിലരൊക്കെ പ്രധാനമായിട്ടും എല്ലാവരും ചെയ്യുന്ന പ്രധാന ഒരു പണി എന്ന് പറയുന്നത് കാറ് വാങ്ങുക. അതായത് വലിയ ഏറ്റവും നമുക്ക് സാധാരണ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നെങ്കിൽ ഒരു സാധാരണ നമ്മുടെ ഒരു മാരുതി 800 ആൾട്ടോ 800 വാങ്ങേണ്ട കാര്യമുള്ളൂ. പക്ഷെ വലിയ എമൗണ്ട് 10 ലക്ഷത്തിനും 20 ലക്ഷത്തിനും മാത്രമല്ല കോടികൾ ചിലവാക്കി വലിയ വലിയ കാറുകൾ മേടിക്കും. എന്തിനാണ്? നാട്ടുകാരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടിയാണ്. അങ്ങനെ ചെയ്യരുത്. കാറെന്നല്ല, എല്ലാം എത്രയോ കാര്യങ്ങൾ പൊതുവെ എല്ലാവരും ഇങ്ങനെ പണം ചിലവാക്കി പല രീതിയിൽ നാട്ടുകാരുടെ ഇടയിലൊന്ന് ജാട കാണിക്കാൻ വേണ്ടി, 100% ജാട കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യും. വലിയ പട്ടുസാരി, വലിയ ആഭരണങ്ങൾ, ഇത് എല്ലാം, വലിയ വീട്, ഇതെല്ലാം നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാണ് പൊതുവെ എല്ലാവരും ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്താൽ ഭാഗ്യം പോകുമോ? 100% പോകും. ഗുണമില്ലെന്ന് മാത്രമല്ല, ദോഷമേ ഉള്ളൂ. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഇന്ന് ഈ മനുഷ്യ ചരിത്രത്തിൽ ഇന്നേ വരെ 100% ആൾക്കാരെയും 100% പേരുടെ അംഗീകാരം നേടിയ ആരെങ്കിലും ഉണ്ടോ മനുഷ്യ ചരിത്രത്തിൽ? ഇല്ല. ക്രിസ്തുദേവനെ തന്നെ എടുക്കുക. ഓക്കെ, അദ്ദേഹത്തിന് ശത്രുക്കളുണ്ടായിരുന്നു, അദ്ദേഹത്തെ അംഗീകരിക്കാത്തവരുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം കുരിശിൽ തറയ്ക്കപ്പെട്ടത്. ഗാന്ധിജി അദ്ദേഹത്തെ എതിർക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തെയും വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അദ്ദേഹത്തെ എല്ലാവരും അംഗീകരിക്കുന്നു എന്നുള്ളൊരു ധാരണയാണ് പൊതുവെ എല്ലാവർക്കും ഉള്ളത്. പക്ഷേ അദ്ദേഹത്തിന് പോലും ശത്രുക്കളുണ്ടായിരുന്നു, അവർ വെടിവെച്ച് കൊന്നു. ക്രിസ്തുദേവൻ ദൈവപുത്രനായിരുന്നു. ഓക്കെ, ദൈവത്തിനെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, ചോദ്യമാണ്, നിരീശ്വരവാദികൾ ആരെങ്കിലും ഈശ്വരനെ അംഗീകരിക്കും? ഇപ്പോൾ ഗുരുവായൂരപ്പനെ തന്നെ അംഗീകരിക്കാത്തവരുണ്ട്. ഓക്കെ, നിരീശ്വരവാദികൾ ഓക്കെ ഉണ്ട്. അപ്പം ചുരുക്കത്തിൽ പാവം പിടിച്ച നമ്മളെയൊക്കെ ഒരാളും അംഗീകരിക്കത്തില്ല. 100% പേരും അംഗീകരിക്കത്തില്ല. ഓക്കെ, ശരി. അപ്പോൾ എന്നിട്ട് ഈ ആൾക്കാരുടെയൊക്കെ ഇടയിൽ ഒരു അംഗീകാരം കിട്ടാൻ, ഒരു ഗമ കാണിക്കാൻ വേണ്ടി ചിലർ കാറ് വാങ്ങിക്കും. ആദ്യം ഞാൻ ഈ കാറിൻ്റെ കാര്യം പറയാനായിരുന്നത്, ഏറ്റവും കൂടുതൽ മണ്ടത്തരമാണ് ഈ കാറ് വാങ്ങിച്ചോളൂ, പക്ഷേ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നോളൂ. പക്ഷേ സംഭവം ഞാൻ എൻ്റെ ഒരു വിലയിരുത്തൽ പറയുകയാണ്. കാറ് ഇപ്പോൾ അറൗണ്ട് ഒരു 10 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 20 ലക്ഷം രൂപയുടെ കാർ എടുക്കുന്നു. ഓക്കെ, അതിൽ നിന്ന് ഈ 20 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണത്. അതിൽ നിന്ന് നമുക്ക് 1 രൂപ കിട്ടില്ലെന്ന് മാത്രമല്ല, ദിനം പ്രതി ആ 20 ലക്ഷം രൂപയുടെ കാറിൻ്റെ മൂല്യം കുറയുന്നത് മാത്രമല്ല, ചിലവ്. പെട്രോളെങ്കിൽ പെട്രോൾ, ഡീസലെങ്കിൽ ഡീസൽ, പിന്നെ ഇലക്ട്രിക്, അതിനും
ഇലക്ട്രിക് കാറെന്ന് പറയുമ്പോൾ പെട്രോൾ അടിക്കുന്ന ചിലവില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇത് ചാർജ് ചെയ്യാനും പണം വേണം. ഓക്കെ, നമ്മുടെ വീട്ടിൽ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി ചെയ്താൽ തന്നെ അതിനും പണച്ചിലവുണ്ട്, കറണ്ട് ബില്ല് കൊടുക്കേണ്ടി വരും. അത് മാത്രമല്ല, നമ്മൾ ഇച്ചിരി ദൂര യാത്രയ്ക്ക് പോകുമ്പോൾ ഏകദേശം ഒരു 200-300 കിലോമീറ്ററൊക്കെ 300-400 കിലോമീറ്ററൊക്കെ ഇത് ചാർജ് ചെയ്താൽ ഓടത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഞങ്ങൾ കൊല്ലത്തുനിന്ന് പോകുമ്പോൾ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇടയ്ക്ക് ചാർജിങ് സ്റ്റേഷനിൽ കയറി ചാർജ് ചെയ്യേണ്ടി വരും. 10-400-500 രൂപയൊക്കെ അത് ചിലവാകും. അപ്പോൾ കാറിൻ്റെ മൂല്യം ഇപ്പോൾ 20 ലക്ഷം രൂപയുടെ കാറ് വാങ്ങിക്കുന്നു, ദിനം പ്രതി അതിൻ്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഹാൻഡ് ഒന്നും വിൽക്കാൻ ചെന്ന് നോക്ക്, പകുതി വില പോലും കിട്ടത്തില്ല. നമ്മൾ കാറ് വാങ്ങിക്കുന്നത് ഇപ്പോൾ നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് പ്രധാന ഉദ്ദേശം ഇതാണ്, ജനങ്ങളുടെ മുമ്പിലൊന്ന് ആളാവാൻ വേണ്ടിയാണ്. എവിടാ ക്രിസ്തുവരെ പോലും അംഗീകരിച്ചിട്ടില്ല, അപ്പോൾ 100% വരും. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മളെയൊക്കെ സാധാരണ ജനങ്ങൾ ഒരു പരിധി വരെ നമ്മളെയൊക്കെ അംഗീകരിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയ മണ്ടത്തരങ്ങൾ ജനങ്ങൾ കാണിക്കുന്ന ഇതാണ്, കാറ് വാങ്ങുക. ഓക്കെ, വാങ്ങിച്ചോ, പക്ഷെ അതൊരു വലിയ എമൗണ്ട് ഇട്ട് അങ്ങ് കളിക്കരുത്. പകുതി ഇപ്പോൾ 20 ലക്ഷത്തിന് കാറ് മേടിക്കുന്നതിന് പകരം 10 ലക്ഷത്തിൻ്റെ താഴെ നിൽക്കുന്ന ഒരു കാറ് വാങ്ങിച്ചിട്ട് ബാക്കി സ്വർണം വാങ്ങിച്ചു പോയി, തീർച്ചയായിട്ടും അതിൻ്റെ മൂല്യം കൂടിക്കൊണ്ടേയിരിക്കത്തുള്ളൂ. ഓക്കെ, അതേസമയം നമ്മൾ വലിയ ജാട കാണിക്കാൻ വേണ്ടി, അംഗീകാരം കിട്ടാൻ വേണ്ടി നമ്മൾ വലിയ കാറെടുക്കും, നാട്ടുകാർ ഒരാൾ. അത് മാത്രമല്ല, അസൂയയും കുശുമ്പും ഓക്കെ, അതെല്ലാം വരികയും ചെയ്യും. ഈ കണ്ണ് വിടുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. കണ്ണ് വിട്ട് നമുക്ക് ദോഷം പറ്റുകയും ചെയ്യും. അപ്പോൾ കാറ് വാങ്ങിച്ചോളൂ, പക്ഷെ അത് വലിയ രീതിയിലൊന്ന് കയറി അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യുക. അത് ഏറ്റവും മണ്ടത്തരമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് വാഹനത്തിൽ നമ്മൾ പണം മുടക്കുന്നത്. ഓക്കെ, പിന്നെയുണ്ട് ടൂറ് പോകും ഓരോരുത്തരൊക്കെ, അമേരിക്കയിലും യൂറോപ്പിലും. പിന്നെ അത്രയും കാശില്ലാത്തവർ സിംഗപ്പൂരിലൊക്കെ ഒന്ന് കറങ്ങും, പിന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ കിടന്ന് കറങ്ങും. ഓക്കെ, ഈ യാത്ര പോകുന്ന ഏറ്റവും പ്രധാന പ്രശ്നം എന്താണെന്ന് പറയാം, ടൂർ പോകുന്നവർ കേരളത്തിന് വെളിയിലോട്ടൊക്കെ വലിയ ദൂരത്തിലൊക്കെ പോകുന്നവരും പ്രത്യേകിച്ച് ഇന്ത്യക്ക് വെളിയിൽ പോകുന്നവർക്കുമൊക്കെ നേരിടേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സഞ്ചാരി ആരാ? നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര. ഓക്കെ, ഏറ്റവും വലിയ സഞ്ചാരിയാണ്. അദ്ദേഹത്തിന് പോയി, അതായത് 100% എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ് ഈ സന്തോഷ് ജോർജ് കുളങ്ങര. വിദേശത്തെ മിക്കവാറും എല്ലാ രാജ്യത്തും പോയിട്ടുണ്ട്. ചന്ദ്രനിൽ പോയിട്ടില്ല, പക്ഷേ ബഹിരാകാശത്ത് പോയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് പോലും പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈ പറയുന്ന കണക്ക് പല രീതിയിലും യാത്രയായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ പ്രശ്നങ്ങൾ, അതായത് ടിക്കറ്റ് പെട്ടെന്ന് റെഡിയാകത്തില്ല. അതുപോലെ തന്നെ അതൊക്കെ പ്രീ പ്ലാൻഡൊക്കെ ആയിട്ട് ചെയ്യാൻ തന്നെ പല സ്ഥലത്തും അതിന് ഒരു പ്രശ്നങ്ങളുണ്ടാവാറുണ്ട്. എന്നിട്ട് ഈ കറക്റ്റ് ടൈമിന് ഈ പ്ലെയിനിൽ, അതായത് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്ത പ്ലെയിനിൽ കറക്റ്റ് ടൈമിന് ചെല്ലാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട്. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും, അതുപോലെ നിരവധി പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ എൻ്റെ ഒരു ബന്ധുവുണ്ട്, മിക്കവാറും ലോകത്ത് എല്ലാ രാജ്യങ്ങളും പോയിട്ടുള്ള. അവർക്ക് ഏതോ ഒരു രാജ്യത്ത് വെച്ച് കള്ളന്മാർ ഇവരുടെ
ഹാൻഡ് ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി. അതിനകത്ത് പ്ലെയിൻ ടിക്കറ്റും ഈ എന്താ പറയുക നമ്മുടെ ഈ പാസ്പോർട്ടും ഇത്തും എല്ലാം അതിനകത്തായിരുന്നു. എല്ലാം മൊബൈൽ ഫോൺ, ക്രെഡിറ്റ് കാർഡും ഓക്കെ. എന്തോ ചെയ്യും? അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങൾ ചെന്ന് പല മുഹൂർത്തങ്ങളിലും ചെന്ന് ദുർമുഹൂർത്തങ്ങളിൽ ചെന്ന് നമ്മൾ വീഴാറുണ്ട്. അങ്ങനെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ അത് ഒരു പ്രശ്നം. പിന്നെ ഈ പണം ചിലവാക്കിയില്ലേ പോകുന്നത്, പണം പോയാണ്. ഓക്കെ, പണം പോകുന്നു. അത് മാത്രമല്ല, ഈ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് പലർക്കും ഈ ഓരോരോ അസുഖങ്ങൾ വരും. ഓക്കെ, അതിന് ചികിത്സിക്കാൻ നിൽക്കാനുള്ള സമയം കാണത്തില്ല. കാര്യം പ്ലെയിനിൻ്റെ ഒരു പ്രത്യേക ടൈം കാണും. പിന്നെ ചില ബന്ധുക്കൾക്ക് പറ്റിയ അവസ്ഥ ഇത് എവിടെയൊക്കെ പോയി, തിരുപ്പതിയിലോ എവിടെ അങ്ങോട്ടൊക്കെ പോയി. പക്ഷെ തിരിച്ചു വരാൻ നേരത്ത് ട്രെയിൻ മിസ്സായി. കാര്യം ഇവരെല്ലാവരും കൂടി ഒരുങ്ങി യാത്ര ചെയ്ത് ആണല്ലോ റെയിൽവേ സ്റ്റേഷനിൽ പോകാം. അപ്പോൾ എവിടെയോ ബ്ലോക്കിലൊക്കെ പെട്ടു, ട്രെയിൻ അങ്ങ് പോയി. ഇതൊക്കെ സ്ഥിരം സംഭവിക്കുന്നതാണ്. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയൊന്നുമല്ല മറ്റു പലതും. ഇവിടെ നമ്മുടെ കർണാടകത്തിൽ ഒക്കെ ഈ കാലാവസ്ഥ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. പെട്ടെന്ന് കാറ്റും മഴയും വെള്ളപ്പൊക്കവും മലവെള്ളപ്പാച്ച അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളിൽ ചെന്ന് പെടും. അതുകൊണ്ട് നിങ്ങളാരും ടൂറിന് പോകരുതെന്ന് ഞാൻ പറയുന്നില്ല, പൊയ്ക്കോളൂ. പക്ഷേ സംഭവം ഇതാണ്. പിന്നെ ആൾക്കാരുടെ ഇടയിലൊക്കെ പറയാമല്ലോ, ഞാൻ സിംഗപ്പൂരായിരുന്നു ഒരാഴ്ച, പിന്നെ അല്ലെങ്കിൽ അമേരിക്കയിലായിരുന്നു. ഇതൊന്നും ആരും അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വെറുതെ അസൂയയും കുശുമ്പും കണ്ണുവിടലും അങ്ങനെയൊക്കെ വന്ന് പ്രശ്നമുള്ളൂ. കഴിവതുകൊണ്ടല്ലോ നമ്മൾ വല്ല ആഹാരമൊക്കെ കഴിച്ച് വല്ല പാട്ടൊക്കെ കേട്ട് പിന്നെ നാട്ടുകാരെ ഈ പറഞ്ഞതൊക്കെ ഇതുപോലെ യൂട്യൂബിലൊക്കെ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ അവരൊക്കെ എല്ലാവരും മണ്ടന്മാരാണ്, ഞാൻ മാത്രമാണ് ബുദ്ധിമാൻ എന്നുള്ള രീതിയിൽ ഓരോന്നൊക്കെ പറയാം. അപ്പോൾ എൻ്റെ ഒരു രീതി അതങ്ങനെയാണ്. എനിക്ക് ഈ ടൂറ് പോകുന്നത് എനിക്കിഷ്ടമല്ല, ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ തന്നെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നയാഗ്ര വെള്ളച്ചാട്ടം ഒന്ന് കാണണം. അതുപോലെ നിരവധി കാഴ്ചകൾ, അത്ഭുത കാഴ്ചകൾ ലോകത്തെമ്പാടുമുണ്ട്. അത് ഭൂമിയിൽ മാത്രം, ബഹിരാകാശത്ത് പോയാലും അത്ഭുതം, വിസ്മയങ്ങൾ. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, വിസ്മയങ്ങൾ മാത്രമാണ് ഈശ്വരൻ സൃഷ്ടിച്ചേക്കുന്നത് ലോകത്തെല്ലാവരും. എന്തിന് നമ്മുടെ ഈ കൈപ്പത്തി പോലും എന്ത് വിസ്മയമാണ്. നോക്കൂ, ഇതിങ്ങനെ അനങ്ങുന്നു. എങ്ങനാ ഇത് സൃഷ്ടിച്ച ഈശ്വരൻ വിസ്മയങ്ങൾ മാത്രമാണ് സൃഷ്ടിച്ചത്. അതെല്ലാം കൂടെ കാണാനൊന്നും നമുക്ക് സമയമൊന്നുമില്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടമാണ്. എനിക്ക് ഈ മര്യാദയ്ക്ക് വല്ലതും ആഹാരം കഴിക്കാം. അത് നോൺ വെജ് വേണമെന്നുമില്ല. എന്ത് സാധാരണ ഫുഡായാലും ഇച്ചിരി സാമ്പാറും ഇച്ചിരി തോരനും ഒക്കെ ആണെങ്കിൽ ഞാൻ കഴിക്കും, ടേസ്റ്റോടെ കഴിക്കും. എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചവെള്ളം കുടിച്ചാൽ പോലും ഞാൻ രുചിയോടാണ് കഴിക്കുന്നത്. അപ്പോൾ ആഹാരപ്രിയനാണെന്ന് പറയാൻ ഒക്കത്തില്ല. കാര്യം ഏത് തരത്തിലുള്ള ആഹാരവും എനിക്ക് കഴിക്കാം. ഇപ്പോൾ അത് രുചിയോടെ. കാര്യം ആവശ്യത്തിലധികം വിശപ്പൊക്കെ വരുന്ന ഒരു ആമാശയമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ചിലരൊക്കെ പറയും ജീസസിൻ്റെ വയറ്റിൽ ഒരു കോഴിക്കുഞ്ഞുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ സംഭവം എൻ്റെ ഒരു രീതി ആഹാരം കഴിക്കുക, നല്ല പാട്ട് കേൾക്കുക, കിടന്നുറങ്ങുക. അതൊക്കെയാണ് എൻ്റെ ഇഷ്ടം. ഇപ്പോൾ ടൂറിനൊക്കെ പോകുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കൈവിട്ട കളിയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരും. ഇപ്പോൾ ആരോഗ്യ പ്രശ്നം വരും, പിന്നെ പണം ചിലവാകുന്നത് മാത്രമല്ല, ഈ പറഞ്ഞ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് പോലും പറ്റിയ ടെൻഷൻ നിറഞ്ഞ മുഹൂർത്തങ്ങളൊക്കെ ചിലപ്പോൾ കയറി വരും, ദുർമുഹൂർത്തങ്ങളൊക്കെ കയറി വരും പെട്ടെന്ന്. അല്ലെങ്കിൽ നമ്മുടെ ബന്ധുവിന് പറ്റിയ പോലെ ഈ എന്താ പറയുക, നമ്മുടെ ഈ പാസ്പോർട്ട് സഹിതമുള്ള ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുക. കാരണം നമ്മുടെ നാട് കഴിഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥ മാത്രമല്ല,
മനുഷ്യരുടെ സ്വഭാവത്തിലുമൊക്കെ പാകിസ്ഥാൻ ഒന്ന് ടൂർ പോവാം. പോട്ടെ, ഇപ്പോൾ ഏറ്റവും ഈ ടൂർ പോകാൻ പറ്റിയ സ്ഥലം ഏതാണെന്ന് പറയാം, ഇറാൻ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കാറും ടൂറും മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. വേറെയൊക്കെ നിരവധി കാര്യങ്ങളുണ്ട്. ഈ പണം ചിലവ്, അതായത് പരമാവധി പണം അങ്ങ്, അതായത് യാതൊരു റിട്ടേണും ഇല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റുകൾ. എൻ്റെ ഒരു ഹോബി എന്ന് പറഞ്ഞതാണ് ചെറിയ രീതിയിൽ 1/2 ഗ്രാം 1 ഗ്രാം 2 ഗ്രാം സ്വർണ്ണമൊക്കെ വാങ്ങിക്കുക. എൻ്റെ ഒരു രീതിയാകാം. അപ്പോൾ അത് ഇപ്പോൾ അതാകാം, അത് ഇട്ടുകൊണ്ടൊന്നും നടക്കുന്നില്ല. നമ്മൾ നാട്ടുകാരെ പറഞ്ഞാകെ അസൂയപ്പെടത്തേ ഉള്ളൂ. കണ്ണുവിടുകയും പറഞ്ഞു വരുമ്പോൾ 99% മലയാളികൾ, പോട്ടെ ഒരു ഡിസ്കൗണ്ട് 10% ഡിസ്കൗണ്ട് തരാം, ഒരു 90% മലയാളികളും അസൂയക്കാരും കുശുംബന്മാരും കണ്ണുവിടുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ കഴിവതും ഒന്നുമില്ലാതെ അങ്ങ് ജീവിക്കുന്ന ആട്ടുകാരെ ബോധ്യപ്പെടുത്താൻ പോകരുത്. അങ്ങനെ വെറുതെ കാശ് പോകത്തേ ഉള്ളൂ. ആ കാശിന് നിങ്ങൾ സ്വർണം വാങ്ങിച്ചു പോകുക. സ്വർണ്ണത്തെ എന്തായാലും പിന്നെ കള്ളന്മാർ അടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് അത് സൂക്ഷിക്കാം. പിന്നെയുണ്ട് നിരവധി ദുർച്ചെലവുകൾ. പണം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, നമുക്ക് ഈ അസൂയക്കാരുടെയും കുശുമ്പന്മാരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ കണ്ണേറ് കൊണ്ട് ദോഷം സംഭവിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ തൽക്കാലം ഇന്ന് ഒരുപാട് സംസാരിച്ചു, 16 മിനിറ്റായി. അപ്പോൾ തൽക്കാലം ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഒറ്റ വാക്യം അവസാനം പറയാം. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി, നാട്ടുകാരുടെ അംഗീകാരം നേടാൻ വേണ്ടി, നാട്ടുകാരുടെ ഇടയിൽ ഞെളിയാൻ വേണ്ടി, ഗമ കാണിക്കാൻ വേണ്ടി 1 രൂപ പോലും ചിലവാക്കരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമല്ലാതെ ഗുണമില്ലെന്ന് മാത്രമല്ല, പരമാവധി ദോഷമേ വരത്തുള്ളൂ. ഓക്കെ, ചുരുക്കത്തിൽ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നമ്മൾ പണം ചിലവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യം പോവുകയും ചെയ്യും, അതുപോലെ തന്നെ നിർഭാഗ്യം വരികയും ചെയ്യും. ഓക്കെ, തൽക്കാലം നിർത്തുന്നു. ഇനി അടുത്ത ഒരു വിഷയമായിട്ട് നാളെ വരാം. നമസ്കാരം, ശുഭദിനം.